എല്ലാവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ കോൺ എന്ന് പറയുന്നൊരു പോർഷൻ പഠിക്കാൻ പോവാണ്. മലയാളം മീഡിയംകാർ വൃത്തസ്തൂപിക എന്ന് പറയും. നല്ല എളുപ്പമുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ആക്ച്വലി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡ് 3 പാർട്ടുകളായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. നമ്മളും അതേപോലെ 3 വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് ആ പോർഷൻ തീർത്തത്. അതിൽ 3ാമത്തെ പാർട്ട്, അതായത് ഇന്നലത്തെ ക്ലാസ് ഇച്ചിരി കലിപ്പാണ്. അപ്പം അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം 5 മാർക്കിന് ഇന്നലത്തെ ഒറ്റ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് പോകാം. എന്താണ് ഒരു കോൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് കോൺ, എന്താണ് വൃത്തസ്തൂപിക? നമ്മൾ ഈ കപ്പലണ്ടി കഴിച്ചിട്ടുണ്ടോ? കപ്പലണ്ടി നമ്മൾ ഈ റോഡിൽ കൂടെ അല്ലെങ്കിൽ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ കപ്പലണ്ടി വാങ്ങിയില്ലേ? ആ കപ്പലണ്ടി അവർ എങ്ങനെ പൊതിഞ്ഞ് പറഞ്ഞാൽ ഒരു കോൺ ഉണ്ടാക്കും അല്ലേ? ആ കോണിനകത്ത് ഒരു പേപ്പറിൽ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് തരും അല്ലേ? അത് ആ രൂപമാണ്. ഇതെവിടെയൊക്കെ നമ്മൾ ഈ രൂപം കണ്ടിട്ടുണ്ട്? ഈ വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ ഈ കോണിന്റെ ഷേപ്പ് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ പോപ്കോൺ വാങ്ങുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു കോൺ ഉണ്ടാക്കിയിട്ടാണ് അവർ അതിനകത്ത് പോപ്കോൺ ഇട്ട് തരുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ ചില ഈ ബർത്ത്ഡേ ക്യാപ്പ് ഉണ്ടല്ലോ, ബർത്ത്ഡേ ക്യാപ്പ്, ബർത്ത്ഡേക്കൊക്കെ കൊച്ചുകുട്ടികൾ വെക്കുന്ന ക്യാപ്പ് കണ്ടിട്ടില്ല? ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഈ പൂക്കുറ്റി എന്ന് പറയുമല്ലോ, നമ്മൾ കൊരാപ്പ്, പൂക്കുറ്റി എന്നൊക്കെ പറയുന്ന ദീപാവലിക്കൊക്കെ ആ ക്രാക്കറിനകത്ത് വരുന്ന ഒരു ടൈപ്പ്, അതിനകത്ത് ഇവിടെ കത്തിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര പ്രകാശമൊക്കെ വരുന്ന സംഭവം, അവിടെ നമ്മൾ ഇതൊരു ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരുപാട്, അതുപോലെ തന്നെ ഈ എന്താ പറയുക, മേശിരിമാരൊക്കെ പണി ചെയ്യുന്ന ഒരു പണി ആയുധത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോൺ എന്ന് പറയുന്നത്. ഒരു കോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒരു കോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കോൺ ഉണ്ടാവാൻ ആദ്യം നമ്മൾ ഒരു സർക്കിൾ എടുക്കണം. ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ ഒരു പാർട്ട് കട്ട് ചെയ്യണം. ഒരു സർക്കിളിന്റെ ഒരു പാർട്ട് കട്ട് ചെയ്താൽ ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് വൃത്താംശം എന്ന് മലയാളത്തിൽ പറയും. സെക്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ എന്താണ് സെക്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ വൃത്തത്തിൽ നിന്നും കട്ട് ചെയ്യുന്ന അത്രയും ഭാഗത്തെയാണ് നമ്മൾ വൃത്താംശം എന്ന് പറയുന്നത്. ഒരു വൃത്തത്തിൽ നിന്ന് കട്ട് ചെയ്തതാണ്. ഒരു സർക്കിളിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഈ സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയും. ഈ സെക്ടറിനെ മടക്കി വെച്ചാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു കോണാക്കി മാറ്റുന്നത്. ഈ സെക്ടറിന്റെ ഈ എൻഡും കൂടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു സാധനമായി പിന്നീട് അതൊരു കോണായി രൂപാന്തരപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ, ഈ ഒരു സെക്ടറിൽ നിന്നും ഈ ഒരു കോണായി മാറുന്ന സമയത്ത് ഇത് സർക്കിളിന്റെ ഭാഗമാണ്, സർക്കിളിൽ നിന്ന് വെട്ടിയെടുത്തതാണെന്ന് അറിയാം. സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ട്, അതേപോലെ സെക്ടറിനും എന്തുണ്ട്, ഒരു റേഡിയസ് ഉണ്ട്. സെക്ടറിന്റെ റേഡിയസ് എപ്പോഴും 6 ആയിരിക്കും. സർക്കിൾ ഇതുണ്ടോ, ഇത് 6 ആണ്. ഈ 6 എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ് സെക്ടറിന്റെ റേഡിയസ്. സർക്കിളിന്റെ റേഡിയസ് ആണ് സെക്ടറിന്റെ റേഡിയസ്. ഇതിനെ മടക്കി നമ്മളൊരു കോണാക്കി മാറ്റുമ്പോൾ സർക്കിളിന്റെ ഈ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതായത് ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയി മാറും. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചരിഞ്ഞ ഉയരമായി മാറും, ചരിവുയരം. അത് ഏറ്റവും പ്രധാനമാണ്, പഠിക്കണം, ശ്രദ്ധിക്കേണ്ടത്. ഒരു സെക്ടറിനെ മടക്കി നമ്മളൊരു കോൺ ഉണ്ടാക്കുമ്പോൾ സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാൻഡ് ഹൈറ്റായി, ചരിവുയരമായി മാറും. എന്നാൽ ശ്രദ്ധിക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ സെക്ടറിന്റെ കോണിന് കണ്ടോ, ഇവിടെ ഈ കോണിനെ സംബന്ധിച്ചിടത്തോളം അതിനും ഒരു പ്രത്യേക റേഡിയസ് ഉണ്ടായിരിക്കും. ആ റേഡിയസ് എന്ന് പറയുന്നത് ഈ 6 അല്ല, പകരം അതിന് വേറൊരു റേഡിയസ് ആണുള്ളത്. അത് ക്യാപിറ്റൽ R എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ 2 R കൂടി നമുക്ക് കൺഫ്യൂഷൻ ആയി പോകരുത്, ശ്രദ്ധിക്കണം. എന്താണ് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉണ്ടാക്കുന്ന കോണിന്റെ ബേസ് എന്ന് പറയുന്ന ഒരു സർക്കുലാർ ഷേപ്പ് ആയിരിക്കും. അതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R.
എന്താണ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ? സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ടറിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. സെക്ടറിനെ മടക്കുമ്പോൾ സെക്ടറിന്റെ റേഡിയസ് എന്തായി മാറും? എൽ, അതായത് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയി മാറും. ഇനി ഈ സർക്കിളിന്റെ സെന്റർ എത്രയാണ്? നമ്മൾ ഈ സെക്ടർ വെട്ടിയെടുത്ത സർക്കിളിന്റെ സെന്റർ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൽ ഒരു പോർഷൻ ആണ് നമ്മൾ വെട്ടിയെടുത്തത്. അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സർക്കിളിൽ നിന്നും നമ്മൾ ഒരു പാർട്ട് വെട്ടിയെടുത്തു. ആ പാർട്ടിന്റെ കേന്ദ്ര കോൺ, സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളൊരു സർക്കിളിൽ നിന്നാണ് ഒരു സെക്ടർ വെട്ടിയെടുത്തത്. സർക്കിളിന്റെ സെന്റർ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൽ നിന്നും ഒരു പോർഷൻ ആണ് ഇത്രയും. അത് എത്രയായിരിക്കും? അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ് ഡിഗ്രി എന്ന് വിളിക്കും. ഇനി സെക്ടറിന്റെ റേഡിയസ് എത്രയാണ്? സ്മോൾ ആർ ആണ്. എന്നാൽ ഈ കാണുന്ന ഈ കോണിന്റെ റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ ആണ്. സെക്ടറിന്റെ റേഡിയസ് കോണുമായിട്ട് എന്താ ബന്ധം? സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ സ്മോൾ ആർ എന്താണെന്ന് പഠിച്ചു, ക്യാപിറ്റൽ ആർ എന്താണെന്ന് പഠിച്ചു, എക്സ് എന്താണെന്ന് പഠിച്ചു. ഇവരൊക്കെ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് ഇനി സാർ പറയാൻ പോകുന്നത്. ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു, ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, എക്സ് ഡിവൈഡഡ് ബൈ 360. എന്താണ് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ കോണിന്റെ വൃത്തസ്തൂപികയുടെ ബേസ് റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. എന്താണ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ സെക്ടറിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. എന്താണ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ? സെക്ടറിന്റെ കേന്ദ്ര കോണാണ് എക്സ് ഡിഗ്രി. 360 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 360. ഈ ഒരു റിലേഷൻ എപ്പോഴും പഠിച്ചോണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെയും കൂടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതൊരു സർക്കിളിൽ നിന്നും വെട്ടിയെടുത്ത ഭാഗമാണ്. ഇത് സെക്ടറാണ്. സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയി മാറും. ഇത് ആർക്കാണ്, ഒരു സർക്കിളിന്റെ ഒരു പോർഷനാണ്. നമ്മൾ ആർക്ക് എന്നല്ലേ നമ്മൾ അതിനെ പറയാം, ആണ് ചാപം എന്ന് പറയും. ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ എൻഡും കൂടെ ഫോൾഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ രൂപമാവുന്നത്. ഒട്ടിച്ച് ചേർക്കുമ്പോൾ അതൊരു കോണായി മാറും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം. എന്താണ് ചോദ്യം? What are the radius of the base and the slant height of a cone made by rolling up of a sector of central angle 60 degree cut out from a circle of radius 10 centimeter? അതായത് 10 സെന്റിമീറ്റർ ഉള്ള ഒരു 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്നും 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്നും 10 സെന്റിമീറ്റർ ആരവും കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സെക്ടർ വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതിൽ നിന്നൊരു സെക്ടർ, ഇതാണ് സെക്ടർ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് സെക്ടർ. ഈ സെക്ടർ 10 സെന്റിമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ്. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ, 60 ഡിഗ്രിയാണ്, റേഡിയസ് 10 ആണ്. ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് 60 ഡിഗ്രിയാണ്, ഇത് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് വളച്ച് ഇതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇതൊരു കോണായി മാറും. ഓക്കെ, ഈ കോണിൻ്റെ വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരം ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ആർ അറിഞ്ഞുകൂടാ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഈ സ്ലാൻഡ് ഹൈറ്റും കൂടെ, ചരിവ് ഉയരവും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റും കൂടെ കണ്ടുപിടിക്കണം. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്, ക്യാപിറ്റൽ എൽ ആണ്. ഇതും കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം, സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ സൂപ്പറായിട്ട് തന്നിട്ടുണ്ട്. സെക്ടറിൻ്റെ റേഡിയസ് കോണിൻ്റെ എന്താണ്? കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട് ചരിവ് ഉയരം എത്രയാണെന്ന്, സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റിൻ്റെ ഉത്തരമായി സെക്ടറിൻ്റെ റേഡിയസ് കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. സെക്ടറിൻ്റെ റേഡിയസ് ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 10 ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത് ഇവിടെ എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ ആർ വേണം. അതായത് കോണിൻ്റെ റേഡിയസ് വേണം. കോണിൻ്റെ റേഡിയസ് വേണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360. ഓക്കെ, ക്യാപിറ്റൽ ആറിൻ്റെ അവിടെ ക്യാപിറ്റൽ ആർ എന്ന് തന്നെ എഴുതണം, സ്മോൾ ആറിൻ്റെ അവിടെ 10 എന്ന് എഴുതണം. ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 360. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതും കൂടെ ക്യാൻസലായി പോകും. ഓക്കെ ആണോ? ഈ 0 ക്യാൻസലാവും. ഇത് ഒരു പ്രാവശ്യം, ഇത് 6 പ്രാവശ്യമാവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ
നമുക്കിനി 6 ഈ 10 ഇവിടെ കൊണ്ടുപോവുക, ഈ 6 ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 6 ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു ഈ 6 ഇങ്ങോട്ട് പോയി കേട്ടോ, ഈ 10 ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 6 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 10/6. 10/6 എത്രയാണെന്ന് നോക്കാം നമുക്ക്. 10/6 ഒരു പ്രാവശ്യം 6, ബാക്കി 4, ഒരു പോയിന്റ് കൊടുക്കുക, 0 ആക്കുക. 6 പ്രാവശ്യം 36 അല്ലേ? വീണ്ടും 4 റിമൈൻഡർ വരും, വീണ്ടും 0 കൊടുക്കുക, ഒരു 6 കൂടെ എടുക്കുക, 36. ഇങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 1.66 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. ക്യാപിറ്റൽ R കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ R കണ്ടുപിടിക്കേണ്ട റിലേഷൻ ഏതാണ്? ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ സ്മോൾ r ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കോണിൻ്റെ റേഡിയസും കണ്ടുപിടിക്കാം. ഒരു കാര്യം ഇതിനകത്ത് ഓർത്ത് വെക്കണം, സെക്ടറിൻ്റെ റേഡിയസ് സെക്ടർ മടക്കുമ്പോൾ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റായി മാറും. അത് മനസ്സിലാക്കി വയ്ക്കുക. അത് അവർ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ കോണിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ സ്മോൾ r ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ R കണ്ടുപിടിക്കാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഈസിയാണ്, വളരെ പരിക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്നും പോകാൻ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. 3 ചോദ്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിലുള്ളത്. നമുക്ക് ഒരു പ്രാക്ടീസ് പ്രോബ്ലത്തിൽ 196 പേജിൽ ഒരു പ്രാക്ടീസ് പ്രോബ്ലത്തിൽ 3 ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ ആ 3 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം കേട്ടോ. What is the central angle of the sector to be used to make a cone of base radius 10? അതായത് നമുക്ക് 10 ഇതാണ് ഒരു ഇങ്ങനത്തെ ഒരു എന്തുണ്ടാക്കണം? ഒരു കോൺ ഉണ്ടാക്കണം. ഇതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 10 ആയിരിക്കണം. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 10 ആയിരിക്കണം. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആയിരിക്കണം. സ്ലാൻഡ് ഹൈറ്റ് 25. സ്ലാൻഡ് ഹൈറ്റ് ക്യാപിറ്റൽ L ആണ് കേട്ടോ. അപ്പോൾ ഈ കോൺ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സെക്ടർ വേണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്ടറിൻ്റെ റേഡിയസ് ആയിരിക്കും. ഇവിടെ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെഴുതാം? സെക്ടറിൻ്റെ റേഡിയസ് 25 എന്ന് എഴുതാം. കാരണം കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും സെക്ടറിൻ്റെ റേഡിയസും ഈക്വലാണ്. അപ്പോൾ അതങ്ങ് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ കേന്ദ്രമാണ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റിലേഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ സ്മോൾ r ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360 എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ Rൻ്റെ അവിടെ നമുക്ക് 10 എന്ന് എഴുതാം. സ്മോൾ r-ൻ്റെ അവിടെ 25 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360. മക്കളെ, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. 25x ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു 10 എന്ന് കിട്ടും. 360 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 3600 ആണ്. ഒരു 360 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ 10ൻ്റെ 0 കൂടെ 360 കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ 25x എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 3600 ഡിവൈഡഡ് ബൈ 25. നമുക്ക് 3600 ഡിവൈഡഡ് ബൈ 25 എത്രയാണെന്ന് നോക്കേണ്ടതുണ്ട്. 25 കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 25 കൊണ്ട് വെട്ടാം കേട്ടോ. ഇവിടെ 25 ഒരു പ്രാവശ്യം, ഇവിടെ 25 ഒരു പ്രാവശ്യം. 25 പോയാൽ, അല്ലെങ്കിൽ നമുക്ക് 5 കൊണ്ട് വേണമെങ്കിലും വെട്ടാം. 5 കൊണ്ട് വെട്ടണമെങ്കിൽ അങ്ങനെ വെട്ടാം, അതാണ് നല്ലത്. 25 കൊണ്ട് വെട്ടാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. അപ്പോൾ 25-ൽ 5 എത്ര പ്രാവശ്യം ഉണ്ട്? അടുത്തത് 5 പ്രാവശ്യമുണ്ട്. അതുപോലെ 36-ൽ 7 പ്രാവശ്യം. 7 5 35. ബാക്കി 1 ഉണ്ട്. 1 0 10 2 പ്രാവശ്യം. ഇനി ഈ 0യും കൂടെ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 720/5 എന്ന് കിട്ടും. ഇനി നമുക്ക് 5 കൊണ്ട് ഒരു തവണ കൂടി വെട്ടാം, ഒരു പ്രാവശ്യം. 7-നകത്ത് ഒരു പ്രാവശ്യം, ബാക്കി 2 ഉണ്ട്. 4 പ്രാവശ്യം. 20 പിന്നെയും ഒരു 2 ബാക്കിയുണ്ട്. 4 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 144. എക്സ് എന്ന് പറഞ്ഞാൽ സെക്ടറിൻ്റെ കോണാണ്. കോണായതുകൊണ്ട് 144 ഡിഗ്രി എന്നെടുക്കാം. ദെയർഫോർ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 144 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ 25 സെൻറ്റിമീറ്റർ ചരിവുയരമുള്ള സ്ലാൻഡ് ഹൈറ്റുള്ള റേഡിയസ് 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോൺ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കേണ്ട സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി 144 ഡിഗ്രി. ക്ലിയർ ആണോ? നന്നായിട്ട് മനസ്സിലായോ?
ഓക്കെ ആണോ? ശരി. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്കും അവസാനത്തെ ചോദ്യത്തിലേക്കും പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മേഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ? ഒരു സെമി സർക്കിൾ, അതായത് ഒരു സർക്കിളിൻ്റെ പകുതി, അതിനെ വളച്ചാലും നമുക്കൊരു കോൺ കിട്ടും, അതിനെ മടക്കി വെച്ചാലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കോൺ കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ഓഫ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് ഓഫ് എ സെമി സർക്കിൾ? ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ആരവും ചരിവുയരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു കുഞ്ഞു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു സെമി സർക്കിൾ വളച്ച് നമ്മളൊരു കോണാക്കുന്നു. ഒരു സെമി സർക്കിൾ വളച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു കോൺ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കോണും സെമി സർക്കിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്, പഠിക്കണം. ഇതാണല്ലോ ഇതിൻ്റെ റേഡിയസ് ആർ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയസ് അതായത് സെക്ടർ ആണല്ലോ ഇത് സെക്ടറാണ്, ഇത് സെക്ടറാണ്. സെക്ടറിൻ്റെ റേഡിയസും ഓക്കെ എവൻ്റെ സ്ലാൻഡ് ഹൈറ്റും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും ഈക്വൽ ആണ്. അപ്പം ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്, ഈ കോണിനൊരു റേഡിയസ് ഉണ്ട്, അല്ലേ? ഈ കോണിനൊരു റേഡിയസ് ഉണ്ട്. ഈ സെമി സർക്കിൾ വെച്ചിട്ടാണ്, സെമി സർക്കിൾ സെക്ടറാക്കി എടുത്തുകൊണ്ടാണ് ഒരു കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ, ഒരു സെമി സർക്കിൾ വെച്ചിട്ടാണ് നമ്മളൊരു കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ ആ സെമി സർക്കിളിൻ്റെ റേഡിയസും യവനും കോണിൻ്റെ റേഡിയസും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്, കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെമി സർക്കിളിൻ്റെ റേഡിയസിൻ്റെ പകുതി ആയിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പഠിച്ചേ പറ്റൂ. അതായത് ഒരു സെമി സർക്കിൾ ഉപയോഗിച്ച് ഒരു കോൺ ഉണ്ടാക്കുമ്പോൾ കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെമി സർക്കിളിൻ്റെ, അതായത് സെക്ടറിൻ്റെ റേഡിയസിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ 2. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതായത് ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ആരവും റേഡിയസും ഓക്കെ ചരിവുയരവും എല്ലും തമ്മിലുള്ള റേഷ്യോ വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആറും എല്ലും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ ആർ ബൈ എൽ എന്നാണ്, അല്ലേ? അങ്ങനെയാണ്, ആർ ബൈ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്യാപിറ്റൽ ആറിന് പകരം ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് സ്മോൾ ആർ ബൈ 2 എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ആർ ആണ്, സ്മോൾ ആർ ബൈ 2 ഡിവൈഡഡ് ബൈ എൽ. എല്ലിന് പകരം നമുക്ക് എൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആറാണല്ലോ, ആർ കണ്ടോ, ഇങ്ങനെ എഴുതാം. ഇനി അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് കോണിൻ്റെ റേഡിയസും ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ് ആർ ബൈ 2 ഈ ഡിവൈഡഡ് ഇങ്ങനെ ഡിവൈഡ് കൊടുക്കാം, ഡിവൈഡഡ് ബൈ ആർ. ഇനി നമുക്ക് ഈ ഡിവൈഡ് മാറ്റി ഇൻറ്റു ആക്കാം. അപ്പോൾ ആർ ബൈ 2 ഇൻറ്റു എഴുതുമ്പോൾ എന്ത് വരും? ഈ ആർ 1/r ആവും. അതെങ്ങനെ ആവുക? ഈ ആറിൻ്റെ താഴെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക, നേരെ തിരിച്ചിടുക, അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ ഈ ആറും ക്യാൻസൽ ആവും. അപ്പോൾ ക്യാപിറ്റൽ ആർ ബൈ ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇനി നമുക്ക് റേഷ്യോയുടെ രൂപത്തിൽ എഴുതാം. ക്യാപിറ്റൽ ആർ ഈസ് ടു ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു 1:2. അതായത് കോണിൻ്റെ റേഡിയസും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 1:2. അത് എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? ഈ കോണിൻ്റെ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 1:2 ആയിരിക്കും. പക്കയാണ്, നന്നായിട്ട് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെയാണ്, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ചോദ്യമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കുന്നത്. എന്താണ് പഠിച്ചത്? ഒരു സെക്ടറിൽ നിന്നാണ്, ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗമാണ് സെക്ടർ. ആ സെക്ടറിനെ റോളപ്പ് ചെയ്യുമ്പോഴാണ് ഒരു കോണായി മാറുന്നത്. ഈ സെക്ടറും കോണും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 360 ഡിഗ്രി, ഈ ഒരു കുഞ്ഞ് റിലേഷനിൽ വരുന്ന 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കിയത്. ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം, ഇത് പേജ് നമ്പർ 196 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ 3 ചോദ്യങ്ങൾ പക്കയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത ദിവസം കോണിൻ്റെ കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ അടുത്ത ദിവസം, അതായത് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.